ഹലോ, നമുക്കിന്ന് ബയാ ഹമാരി ചിടിയ റാണി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് നോക്കാം. എൻ്റെ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ കവിത വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നേരെ എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് ബാത് ചീത് കേലിയേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്ര മേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു പക്ഷിക്കൂടുണ്ട്, അത് മരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അതിൽ കുഞ്ഞു കുഞ്ഞു പക്ഷികളുമുണ്ട് അല്ലേ? അപ്പം അതെങ്ങനെയാണ് എഴുതുക? इस चित्र में पेड़ की शाखा पर लड़के हुए घोंसले में दो पक्षी दिख रही है. दिख रहे हैं. यह किस पक्षी का घोंसला है? ഇത് ഏത് പക്ഷിയുടെ ഘോസ്ലയാണ്? നിങ്ങൾക്കറിയാലോ. यह बया पक्षी का घोंसला है. आपके अनुसार घोंसले में बैठी क्या क्या सोच रही होगी? അതായത് ഈ ഒരു കൂട്ടിനുള്ളിലിരുന്നിട്ട് ഈ പക്ഷി എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. घोंसले में बैठी बया शायद ചിലപ്പോൾ अपने बच्चों की सुरक्षा और ഭോജൻ കി ചിന്ത കർ രഹി ഹോഗി. അതായത് ചിലപ്പം പക്ഷി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തൻ്റെ കുട്ടീനെ എങ്ങനെ രക്ഷിക്കും, അതിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കും എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ്, ചിടിയ അപ്ന ഘർ ബനാനെ കെ ലിയെ തിൽ കെ കഹാൻ സെ ലാത്തി ഹോഗി. ഈ പക്ഷി ഇതിൻ്റെ കൂട് നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിനാവശ്യമുള്ള ചെറിയ ചെറിയ നാരുകളും കമ്പുകളും ഒക്കെ എവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക? चिड़िया अपना घर बनाने के लिए तिनके पेड़ पौधों झाड़ियाँ और ज़मीन से लाती होगी. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ മണ്ണിൽ നിന്നോ നിലത്തു നിന്നോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്നെ കിൻ കിൻ പക്ഷിയോ കെ ഘോസ്ലെ ദേഖേ ഹേ. നിങ്ങൾ ഏതൊക്കെ പക്ഷിയുടെ കൂട് കണ്ടിട്ടുണ്ട്? അപ്പം നിങ്ങൾ ഏത് പക്ഷിയുടെ കൂട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളാണ് എഴുതേണ്ടത്. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. മേനെ कौवा, तोता और बया पक्षी के घोंसले देखे हैं. नेक्स्ट, सोचिए और लिखिए. बया रानी अपना घर തിൻകോൺ സേ ബനാത്തി ഹേ. അപ്പോൾ ബയ പക്ഷി എന്തുകൊണ്ടൊക്കെയാണ് അതിൻ്റെ കൂടുകൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. हम अपना घर बनाते समय किन किन वस्तुओं का उपयोग करते हैं सोच कर लिखिए. അപ്പോൾ ഭയാ പക്ഷിയെ പോലെ നമ്മൾക്കും വീടുണ്ടല്ലേ? അപ്പം നമ്മൾ വീടുണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈൻ്റെ, ബ്രിക്സ്, സിമെൻറ്റ്, ബാലു, സാൻഡ് അല്ലെങ്കിൽ മണൽ, കച്ച ഓർ പക്ക മിട്ടി. ചില ആൾക്കാർ ക്ലേ കൊണ്ടും വീടുകൾ ഉണ്ടാക്കും. പിന്നെ ലക്കടി ഓർ ബാസ്, ഇപ്പോൾ വുഡ്, ബാംബു, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടും വീടുകൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇനിയും വേറെ എന്തെങ്കിലും അറിയെങ്കിൽ അതും കൂടി ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ശബ്ദോं का खेल. नीचे दिए गए शब्दों को उलट कर लिखिए और नए शब्द का ആനന്ദ് ലീജിയേ. ഓക്കെ, ഉലട്ട് കർ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കണ്ടോ? നദീനെ തിരിച്ചിട്ടാൽ എന്താ വായിക്കുക? ദീൻ അല്ലേ? അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ വേർഡ് കിട്ടും. അത് നോക്കാം. അടുത്തത് എന്താണ്? ബസ്സിനെ എങ്ങനെ തിരിച്ചിടാൻ പറ്റും? സബ് അല്ലേ? സബ്. ഇനി ദബാ, ബാദ്, ഖീര, രാഖി, നീര, റാണി, റീന, നാരി. അപ്പം നിങ്ങൾ തിരിച്ചിട്ടിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം കേട്ടോ.
नेक्स्ट वन इज नीचे लिखे विपरीत अर्थ वाले शब्दों का मिलान कीजिए. അപ്പോൾ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിപരീത് അർത്ഥം, വിപരീത് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് റൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേതാണെന്ന് മാച്ച് ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ദൂർ, ദൂരത്ത്. അപ്പോൾ അടുത്ത് വേണം അല്ലേ. ദൂരൻ്റെ ഓപ്പോസിറ്റാണ് നിക്കട്ട്. നെക്സ്റ്റ് ഊഞ്ചി, ഊഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നീച്ചി, വളരെ താഴത്ത്. അടുത്തത് റോന, റോന എന്ന് പറഞ്ഞാൽ കരയ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഹസ്ന, ചിരിക്കുക. ഠംട, ഠംട എന്ന് പറഞ്ഞാൽ തണുത്തത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗരം, ഗരം എന്ന് പറഞ്ഞാൽ ചൂട്. നെക്സ്റ്റ് नीचे दिए गए शब्दों में से तुक मिलने वाले शब्दों को ढूंढ कर लिखिए. അതായത് തുക്ക് വാലെ ശബ്ദം എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ്. അപ്പോൾ ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ തുക്ക് വാലെ ശബ്ദം, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, റാണി, പാനി. അപ്പോൾ റാണി, പാനി അല്ലേ, അതിൻ്റെ ലാസ്റ്റ് വരുന്ന ലെറ്റർ നോക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ലാത്തി, ലാത്തിക്ക് എവിടെയായിരിക്കും ഒരു വേർഡ് ഉണ്ടാവുക, ലാത്തി. ഇവിടെ തന്നെ ഉണ്ടല്ലേ, ബനാത്തി. അതിൻ്റെ അവസാനത്തെ വേർഡ് നോക്കിയാൽ മതി, ലാത്തി, ബനാത്തി. ഇനിയോ ആക്കർ, ആക്കർ, ലാക്കർ. റൈമിങ് വേർഡ്സ് അല്ലേ, ആക്കർ, ലാക്കർ. ഇനി കരേങ്കെ, കരേങ്കെ, രഹേങ്കെ ഇവിടെ ഉണ്ട്, കരേങ്കെ, रहेंगे. ഇനി ജബ്, ഇവിടെ കണ്ടോ, തബ്. അപ്പം ജബ്, തബ്. നെക്സ്റ്റ് പാനി, റാണി, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി തിൻകെ, ജിൻകെ. അപ്പം നെക്സ്റ്റ് വൺ, കവിത കോ പഠിക്കർ പങ്ക്തിയ പൂരെ കീജിയെ. ഇവിടെ 2 ബോക്സസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ ചാപ്റ്ററിൽ നമ്മളിപ്പം വായിച്ചിരിക്കുന്ന കവിതയിലത്തെ 2 ലൈൻസ്, അത് കുറച്ച് ഭാഗം മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് വായിച്ചിട്ട് അത് ആ സ്ഥലത്ത് ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ. തിൻകെ ലാക്കർ ഡാഷ് ഡാഷ് ലഡ്കാത്തി. അതേപോലെ തുജ്കോ ദൂർ ഡാഷ് ഡാഷ് ബർദേങ്കെ. അപ്പോൾ ബുക്കിൽ നോക്കിയിട്ട് അത് ഈ സ്ഥലത്ത് ഫില്ല് ചെയ്ത് വെക്കാം. नेक्स्ट वन इज जब एक है तो वह तिनका कहलाता है और अनेक है तो तिनके. नीचे दिए गए एक वजन शब्दों के बहुवचन रूप लिखिए. അതായത് തിൻക, അതായത് ഒന്നാണെങ്കിൽ നമ്മൾ തിൻക എന്നാണ് പറയുക. എന്നാൽ കുറേ ഉണ്ടെങ്കിലോ തിൻകെ. അതിനാണ് ഏകവചൻ, അനേകവചൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഹുവചൻ. അപ്പോൾ എക്സാമ്പിൾ കണ്ടില്ലേ, തിൻക, തിൻകെ. അതേപോലെ ഇവിടെ വേറെയും വാക്കുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, ദാന, അണ്ഡ, ബച്ച. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബഹുവചൻ നിങ്ങൾ എഴുതണം. എങ്ങനെയാണ് വരിക, ദാന, ദാനേ, അണ്ഡ, അണ്ഡേ, ബച്ച, ബച്ചേ. അടുത്തത് कविता में आए शब्दों को खोजकर उन पर खोरा लगाइए. അതായത് ഈ ഒരു പസിലിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്, കുറേ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കവിതയിൽ വന്നിരിക്കുന്ന വാക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ചെണ്ണം കണ്ടുപിടിച്ച് നോക്കാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഒന്നിവിടെ തന്നിട്ടുണ്ട്, ദാന. ഓക്കെ, ദാന. ഇനി എവിടെയാ, ഇവിടെ ഉണ്ട്, ചിടിയ. ചിടിയ റാണിയിലല്ലേ, ചിടിയ. ഇനിയോ റാണി, ചിടിയ റാണി. ഇനി ഡാലി. അടുത്തത് ഡണ്ട, ഡണ്ട, പാനി.
അപ്പം നമ്മൾ ഇതാ 3-4 കണ്ടുപിടിച്ചു. ഇതിൽ ഇനിയും ചാപ്റ്ററിൽ വരുന്ന കുറേ വേർഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കി കണ്ടുപിടിക്കുക. അടുത്തത് പാട് മേ बया रानी नदियों से पानी लाती है. वह नदियों के अतिरिक्त कहाँ कहाँ से पानी लाती होगी? रिक्त സ്ഥാനോ में लिखिए. അതായത് ഈ ചാപ്റ്ററിൽ ചിടിയ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? നദി, റിവർ എന്നാണ് അല്ലേ. അപ്പോൾ റിവർ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റിവർ അല്ലാതെ വേറെ എവിടെ നിന്നൊക്കെ ബായയ്ക്ക് വെള്ളം കിട്ടും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. എവിടെ നിന്നൊക്കെയായിരിക്കും? നമുക്ക് താലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ട്, ചെറിയ കുളങ്ങൾ, ലേക്ക് അറിയാലോ. പിന്നെ ബാരിഷ് കെ ബാദ് കുവേ എന്ന് പറഞ്ഞാൽ കിണറുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ കുഴികളും കിണറുകളും ഒക്കെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയും അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബായയ്ക്ക് വെള്ളം എടുക്കാം. അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതൊന്നുമല്ലാതെ വേറെ എവിടെന്നെങ്കിലും കിളികൾക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ അതും എഴുതുക. അടുത്തത് अपनी मनपसंद चिड़िया का चित्र बनाइए और उसमें रंग भरिए. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കിളിയുടെ ചിത്രം ഈ ഒരു തന്നിരിക്കുന്ന സ്പേസിൽ വരച്ചിട്ട് അതിന് നല്ല ഭംഗിയുള്ള കളർ കൊടുക്കില്ലേ? കേതകി ബയ കെ ലിയേ ഘർ ബനാ രഹി ഹേ. അപ്പം കേതകി ബയയ്ക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കുകയാണ്. क्रम से बताइए कि उसे क्या पहले करना चाहिए और क्या बाद में. അപ്പോൾ കേതയ്ക്ക് ബായയ്ക്ക് വീടുണ്ടാക്കി കൊടുത്ത ഓരോ പ്രോസസ്സാണ് ഇവിടെ നമ്പർ ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളിതിൽ ഫസ്റ്റ് ഏതാണ് വരിക, ലാസ്റ്റ് ഏതാണ് വരിക എന്ന് എഴുതണം. അപ്പോൾ ഏതായിരിക്കും ആദ്യം വരിക? കേതക്കീനെ ബയാക്കെ ലിയെ ബനായെ ഘർ പർ രംഗ് ലീപാ. അപ്പോൾ കേതയ്ക്ക് ഉണ്ടാക്കിയ വീടിന് കളർ കൊടുത്തു, അതാണോ ആദ്യം? അല്ല. നന്നി ചിടിയ കേതക്കിനെ ബനായെ ഘർ മേ ചലി ഗേ. അപ്പോൾ കിളി ഉണ്ടാക്കിയ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ വീടുണ്ടാക്കി തുടങ്ങിയിട്ടില്ല അല്ലേ. केतकी ने चिड़िया के घर को अपने दादाजी के मदद से पेड़ के टहनी पर टांग दिया. അപ്പോൾ ദാദാജിയുടെ സഹായത്തോടെ വീട് മരത്തിൽ തൂക്കിയിട്ടു. केतकी ने सोचा कि उसे बाया के लिए घर बनाना चाहिए. ഇവിടെയാണല്ലേ സ്റ്റാർട്ടിങ്. കേതക്കിനെ ക്യാ സോച്ചാ? കേതക്കി വിചാരിച്ചു അവൾക്ക് ബായക്കെ ലിയെ ഒരു വീടുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് 1. ഇനിയോ കേതക്കിനെ മാ സെ ഗത്തെ കീൽ കുച്ച് കതർനെ और കേച്ചി മാങ്കി. അപ്പോൾ വീടുണ്ടാക്കണമല്ലോ, എന്തൊക്കെ വേണം വീടുണ്ടാക്കണമെങ്കിൽ? അതിനു വേണ്ടി കുറച്ച് നൂലുകളും ചെറിയ കാർഡ്ബോർഡും അതേപോലെ ചെറിയ ചെറിയ പേപ്പർ ക്ലിപ്പുകളും പിന്നെ കേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേഴ്സ്, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇനിയോ കേതക്കിനെ മാ കി മദദ് സെ ഏക് സുന്ദർ സാ ഘർ ബനായ. അമ്മയുടെ സഹായത്തോടെ ഒരു ഭംഗിയുള്ള വീട് ഉണ്ടാക്കി. അതിനുശേഷം आओ बया के लिए घर बनाए. केतकी ने बया के लिए बनाया घर पर रंग लीपा. ഉണ്ടാക്കിയ വീടിന് നല്ല നിറം കൊടുത്തു. അപ്പോൾ ഇതാണ് 4. അതിനുശേഷം ദാദാജിക്ക് മദദ് അത് മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടു. അപ്പോൾ ഇതാണ് 5. ലാസ്റ്റ് 1 നന്നി ചിടിയ കേതക്കിനെ ബനായ ഘർ മേ ചലി ഗേ. അപ്പോൾ കേതക്കി ഉണ്ടാക്കിയ വീട്ടിൽ ആ ഒരു ചിടിയ കയറിപ്പോയി. भूल भुलैया. चित्र में दी गई पक्षियों की भूल भुलैया में घर ढूंढने में चिड़िया के बच्चों की सहायता कीजिए. ഇവിടെ കിളികളുണ്ട്, അതിൻ്റെ കൂട് ഇവിടെയുമുണ്ട്. അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടേക്ക് ആരും നോക്കണ്ട, എല്ലാവരും ബുക്കിൽ നോക്കി സ്വന്തം ബുക്കിൽ എങ്ങനെയാണ് വഴി കാണിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. नीचे दिए गए चित्र को देखकर बताइए कि बया और इस बच्ची के बीच क्या बातचीत हो रही होगी. ഇവിടെ ഈ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയും ബയയും ഉണ്ടല്ലേ. ഇവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക? ഓക്കെ, നിങ്ങളത് ആലോചിച്ചിട്ട്
കറക്റ്റായിട്ട് ഇവിടെ എഴുതാം. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പെൺകുട്ടി പറയാണ്, ആപ് कैसे हो भैया? क्या आपको यहाँ अच्छा लगता है? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ, ഇവിടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഭയ പറയാണ്, बहुत अच्छा है, यहाँ बहुत सुंदर है. ഇവിടെ നല്ല സുഖമാണ് എനിക്ക്, ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആയേ ബനായേ, ഇവിടെ പേപ്പർ കൊണ്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലേ. കണ്ടില്ലേ ഒരു പേപ്പറിൻ്റെ കിളീനെ ഉണ്ടാക്കുന്നത്? അത് നിങ്ങളിവിടെ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റൗണ്ടായിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് അതിനെ മടക്കി അതിനെ വേറൊരു സ്ക്വയർ പേപ്പർ എടുത്ത് അതിനെ ഫോൾഡ് ചെയ്ത് ഇവിടെ കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ട് ഓരോ സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നല്ല കളർ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ കിളീനെ ഉണ്ടാക്കി നോക്കുക. ബൂഞ്ചോ തോ ജാനേ, ഇവിടെ കുറേ പഹേലിയാൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, ഹരേ വസ്ത്ര ഓർ ലാൽ ചോച്ച് ഹേ. നല്ല ഗ്രീൻ വസ്ത്രങ്ങളും റെഡ് കളർ ചുണ്ടുമുണ്ട്. രത്ന ജിസ്കാ കാം ഹേ. രത്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞ് പഠിക്കുന്നതിനാണ് രത്ന എന്ന് പറയാം. കുദർ കുദർ കർ ഫൽ ഖാത്താ ഹേ. കടിച്ച് പഴങ്ങൾ കഴിക്കും. ലേത്ത ഹരി കാ നാം. ഹരി എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരിടയ്ക്കിടയ്ക്ക് പറയും. ഹരി ഹരി എന്ന് പറയും. ആരായിരിക്കും പച്ച കളറുള്ള റെഡ് ചുണ്ടുള്ള ഹരി ഹരി എന്ന് പറയുന്നത്? ആരായിരിക്കും? ആൻസറാണ് തോത്ത, പാരറ്റ്. നെക്സ്റ്റ് വൺ, കണ്ട് സുരീല രംഗ് സെ കാലി. നല്ല മധുരമുള്ള ശബ്ദം, കളറ് കറുപ്പ് കളറുമാണ്. സബ് കെ മൻ കോ ബാത്തി. बैठ पेड़ की डाल पर जो सबको गीत सुनाती. അപ്പം നല്ല കറുപ്പ് കളറുള്ള ഒരു കിളിയാണ്. നല്ല മധുരമായ ശബ്ദമുള്ള മരത്തിൻ്റെ മുകളിലിരുന്നിട്ട് എല്ലാവർക്കും വേണ്ടി പാട്ട് പാടും. ആരാണ് പാട്ട് പാടുന്ന ആ കിളി? കുയിലാണല്ലേ പാട്ട് പാടുക. കോയൽ, അതായത് കുക്കു ബേർഡ്, കുയിൽ. ലാസ്റ്റ് വൺ, ബഡേ സവേരെ ഘർ കി ഛത് പർ. നല്ല പുലർച്ചെയാവുന്ന സമയത്ത് വീടിൻ്റെ മുകളിൽ മിൽത്താ ഗാവ് ഗാവ്. എല്ലാ ഗ്രാമങ്ങളിലും വീടിൻ്റെ മുകളിൽ രാവിലെ തന്നെ കാണാൻ പറ്റും. കാലേ രംഗ് കാ പക്ഷി ഹോത്ത. നല്ല കറുപ്പ് കളറുള്ള പക്ഷിയാണ്. കറുത്ത കാ കാ. എല്ലാവർക്കും അറിയാലേ, കൗവ, ക്രോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എല്ലാവരും എക്സസൈസൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.